ഉപഭോക്താക്കൾ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കണം, അത് മാത്രമാണ് ഇവരുടെയൊക്കെ താല്പര്യം. ആ കമ്പനി മനഃപൂർവ്വമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഉടനെ അവരത് നിർത്തിക്കോളും. കാരണം ഞാൻ ഇപ്പം മാത്രമാണ് അവർക്കൊരാനുകൂല്യം, അവരുടെ പേര് പറയാതെ ഒരു ആനുകൂല്യം കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരൊക്കെ അനുഭവിച്ച, അവരൊക്കെ മുൻപോട്ട് കൊണ്ടുപോയ അനങ്ങാപ്പാറ നയം, ആ നയം തന്നെയാണ് കാര്യങ്ങളെ ഇത്രത്തോളം വഷളാക്കിയിരിക്കുന്നത്. ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടി വരും. ഈ കേരളം ഇങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരൂ. ഡോക്ടർ മേരി ജോർജ് മാം, പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടാൻ ബുദ്ധിമുട്ടുണ്ട്, അത് മിൽമയുടെ പാലാണ്, ഇതിൽ പ്രിസർവേറ്റീവ്സ് ആവശ്യത്തിന് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ മാം കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നതാണ്. പക്ഷേ ചോറ് വയ്ക്കാൻ അരി കഴുകിയപ്പോൾ മാഡത്തിൻ്റെ കൈ മുഴുവൻ പശ പോലെ അല്ലെങ്കിൽ എണ്ണ തേച്ച പോലെയായി എന്ന് പറഞ്ഞിരുന്നു. അതിൽ അരിയുടെ ആ കമ്പനി ഏതാണ് എന്ന് പേര് പറയാത്തതിനെ പലരും വിമർശിച്ചു. എന്തിനാണ് ആ കമ്പനിയുടെ പേര് മറച്ചു വയ്ക്കുന്നത് എന്ന്. നമ്മൾ നേരത്തെ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയിലെ പ്രശ്നങ്ങൾ പോലും ആ കമ്പനിയുടെ പേരെടുത്തു പറഞ്ഞാണ് വിമർശിച്ച് വീഡിയോ ചെയ്തത്. ഈ അരി കമ്പനിയുടെ പേര് മനഃപൂർവ്വം മറച്ചു വെച്ചത് എന്തിനാണ്? 10 കിലോ പാക്കറ്റ് അരിയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന അരി ആയതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി എടുത്ത് എല്ലാ അരിക്കമ്പനികളും മായം ചേർക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് കരുതി ഒരു സ്ട്രാറ്റജിയായി എടുത്തതാണോ മാഡം ഇക്കാര്യത്തിൽ? എന്തുകൊണ്ടാണ്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മാം പേര് മറച്ചു വെച്ചത്? മിസ്റ്റർ ജമേഷ്, ഞാൻ അരിയുടെ പേര് പറയാതിരുന്നത് താങ്കൾ ഉദ്ദേശിച്ചതുപോലെ തന്ത്രപൂർവം തന്നെയാണ്. കാരണം ഈ അരി, ഞാൻ പറയപ്പെട്ട ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന അരി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതെനിക്ക് നല്ല വിശ്വാസമുള്ള അരിയായിരുന്നു. അത് ലൂസ് പാക്കറ്റിൽ ഒരിക്കൽ ഒരു 1.5-2 വർഷം മുൻപ് ലൂസ് പാക്കറ്റിൽ നിന്ന്, അതായത് ഞങ്ങൾ 5 കിലോ അരി 10 കിലോ അരി ഇങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ തീരും. പക്ഷേ 50 കിലോ പാക്കറ്റ് മേടിച്ചാൽ ഞങ്ങൾക്ക് 1 വർഷം ഉപയോഗിച്ചാലും തീരില്ല. അങ്ങനെയാണ്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണ ഞങ്ങൾ 5 കിലോ പാക്കറ്റോ 10 കിലോ പാക്കറ്റോ വാങ്ങിക്കും. പ്രശസ്തമായ ഒരു ബ്രാൻഡ് അരി തന്നെയാണ് മേടിക്കുക. ഒരിക്കൽ ഞങ്ങൾക്കത് കിട്ടിയില്ല, രണ്ടും ഇല്ല. 5 കിലോ പാക്കറ്റും ഇല്ല, 10 കിലോ പാക്കറ്റും ഇല്ല. അങ്ങനെയായപ്പോൾ 50 കിലോ പാക്കറ്റിൽ, അവരുടെ തന്നെ 50 കിലോ പാക്കറ്റിൽ നിന്ന് തൂക്കി വാങ്ങിച്ച് കൈ കഴുകിയപ്പോഴാണ് വലിയ തോതിൽ പശയൊക്കെ പറ്റി. അപ്പം അത് തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു. അതിന് നല്ല ഇമ്പാക്റ്റും ഉണ്ടായി. അപ്പോൾ ആ കമ്പനിക്കാർ അന്ന് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, അതിൻ്റെ അന്വേഷിക്കേണ്ട പോലീസ് വകുപ്പിൽ ഇതിൻ്റെ അന്വേഷണത്തിനുള്ള കംപ്ലയിൻറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് ഞങ്ങളിതിൻ്റെ പുറകെ നടക്കുകയാണ്, ആരാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരന്ന് പറഞ്ഞു, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, ഈ 3 മേഖലകളിൽ, ഇന്ത്യയിൽ മുഴുവനും കേരളത്തിൽ മുഴുവൻ അവരുടെ അരി വിൽപ്പന നല്ല രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട്. ആ അരിയുടെ ഒരു ഏജൻറ്റ് എന്നോട് സംസാരിച്ചത്. പിന്നെ അത് അന്വേഷണ സംഘം വന്ന്, നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി വന്ന് അത് അന്വേഷണം നടത്തി കൃത്യമായിട്ട് കണ്ടെത്തുകയും ചെയ്തു എവിടെ വെച്ചാണ് ഈ അരി ചവിട്ടി തേച്ച്. എന്നിട്ട് അതായത് ഞാൻ അന്ന് പറഞ്ഞ ആ ബ്രാൻഡ് അരിയുടെ തന്നെ ആൾക്കാർ, ആ പാക്കറ്റിലെ അരി വാങ്ങിച്ച് വിറ്റ് തീരുമ്പോൾ ആ പാക്കറ്റിലേക്ക് ഈ പറയപ്പെട്ട ചവിട്ടി തേച്ച് ചായം കലർത്തിയ അരിയെ കൊണ്ടുവന്ന് നിറച്ച് വെച്ചിട്ട് ഇന്ന ബ്രാൻഡ് അരിയാണ് എന്ന് പറഞ്ഞായിരുന്നു വിൽപ്പനക്കാർ വിറ്റുകൊണ്ടിരുന്നത്. അതന്ന് പൊളിഞ്ഞ് ഇപ്പോൾ 2 വർഷത്തോളമായി ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് പ്രശ്നമില്ലായിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് കടപ്പുറത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അതേ കമ്പനിയുടെ അരി വാങ്ങിക്കുമ്പോൾ അവരുടെ കൈ നിറച്ച എണ്ണയാകുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നത് ഉണ്ടായിരുന്നു. അപ്പം ഈ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ മണ്ണന്തല മാത്രമേ ഇത് മാറി കിട്ടിയുള്ളൂ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷവും അതേ കമ്പനിയുടെ അരി എറണാകുളത്ത്
ഇതുപോലെ മായം കലർന്ന് വിൽക്കുന്നു എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറിജിനൽ പാക്കറ്റേ വാങ്ങിക്കാവൂ, അല്ലാതെ ഈ ലൂസ് പാക്കറ്റിൽ നിന്ന് ലൂസായിട്ട് അരി വാങ്ങിക്കരുത്, അതിന് നമ്മൾ കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ ആ കഥ അങ്ങനെ തീരുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ കമ്പനിയുടെ അരി, അതായത് അന്ന് ഞാൻ എന്താണ് അന്വേഷണത്തിന് കൂട്ടുനിന്ന അതേ കമ്പനിയുടെ അരി ഇപ്പോൾ 10 കിലോ പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊട്ടിച്ച് ആ അരി കഴുകിയപ്പോൾ പണ്ടത്തെ പോലെ എണ്ണയില്ല, എങ്കിലും കുറച്ച് എണ്ണ എൻ്റെ കയ്യിൽ പറ്റി. പറ്റിയപ്പോൾ എനിക്കറിയാം, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാറ് പറിക്കൽ, ഞാറ് നടൽ, കൊയ്ത്ത്, അതുപോലെ നെല്ല് കുത്തൽ, ഇതൊക്കെ ഞങ്ങൾ 8 മക്കളുള്ളൊരു കുടുംബമായിരുന്നു. ധാരാളം പണിക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പെൺകുട്ടികളുടെ ജോലിയൊക്കെ ഞങ്ങൾ പെൺമക്കൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്ത എനിക്കറിയാം, ഒരരി കഴുകിയാൽ കയ്യിൽ അങ്ങനെ എണ്ണ ഒരിക്കലും പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഈ കമ്പനി വീണ്ടും അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെയോ എനിക്കറിഞ്ഞ ആ കമ്പനി എന്താണ് പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം അവരന്ന് അത്ര പ്രതിജ്ഞാബദ്ധരായിട്ട് തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പണം ചെലവാക്കിയാണ് നടക്കുന്നത്. ഞങ്ങളുടെ സൽപ്പേര് കളഞ്ഞു പോകുന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെ വിൽപ്പനയും കുറഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് എന്ന് എന്നോട് നേരിട്ട് ആ കമ്പനിയുടെ ഉടമ സംസാരിച്ചതാണ്. എന്നോട് എന്നിട്ട് അവരുടെ അവിടെ ചെന്ന് കാണണം, കണ്ടു മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചതാണ്. ഇനി ഞാൻ എറണാകുളത്തേക്കോ ആലുവയിലേക്കോ വരുമ്പോൾ പെരുമ്പാവൂർ വരാമെന്നും പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ജമേഷ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇവരുടെ തന്നെ പാക്കറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ, ഒരു പാക്കറ്റ് അരി പൊട്ടിച്ച് അത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തുന്നി കെട്ടുക എന്നൊന്നും പറയുന്നത് നമ്മുടെ കേരളത്തിലെ വ്യാപാരികൾക്ക് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ അവരെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ കലർത്തിയതാണോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ ആ കമ്പനിയുടെ പേര് ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ആ കമ്പനി മനഃപൂർവ്വമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഉടനെ അവരത് നിർത്തിക്കോളും. കാരണം ഞാൻ ഇപ്പം മാത്രമാണ് അവർക്കൊരാനുകൂല്യം, അവരുടെ പേര് പറയാതെ ഒരു ആനുകൂല്യം കൊടുക്കുന്നത്. നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്തായ രീതിയിലാണ് താങ്കളത് ചോദിച്ചത്. എല്ലാവർക്കും ഇതൊരു സൂചനയാവണം. ആര് അരി കൊടുത്താലും, ഇപ്പോൾ എന്നോട് എറണാകുളത്തു നിന്നൊക്കെ പലരും വിളിച്ച് പറയാറുണ്ട്, ടീച്ചറെ ഞങ്ങൾ അരി മേടിച്ച് കഴുകുമ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ നിറച്ച് ഇതാകുന്നു എന്നും പറഞ്ഞ് പറയാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ചവിട്ടിത്തേച്ച അരിയാണ്, ചായം ചവിട്ടിത്തേച്ച് ചമ്പാവരിയാക്കുന്ന അരിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ആർക്ക് സംഭവിച്ചാലും, അത് ഏതരി വ്യാപാരി ഈ തന്ത്രം ഉപയോഗിച്ച് ലാഭം വർദ്ധിപ്പിക്കുന്നുവെങ്കിലും അയാൾക്ക് ഒരു ചെറിയ സൂചനയായിക്കൊള്ളട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ പേര് പറയാതെ പറഞ്ഞത്. കാരണം ഈ കമ്പനി ഞാൻ ഈ പറയുന്ന കമ്പനി മിസ്റ്റർ ജമേഷിന് അറിയാം അത് ഏത് കമ്പനിയാണെന്ന്. ആ കമ്പനി വീണ്ടും ചായം കലർത്തുമെങ്കിൽ മറ്റു കമ്പനികളുടെ കാര്യം ചോദിക്കാനുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഓണക്കാലം വരവാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് എങ്ങനെ ലാഭം കൊയ്യാമെന്നാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ടല്ലോ. അങ്ങനെ തന്നെ ആണ് ഏത് വ്യാപാരിയുടെയും മനസ്സിൽ എങ്ങനെ ലാഭം വർദ്ധിപ്പിക്കാം. അതായത് ഉപഭോക്താക്കൾ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കണം, അത് മാത്രമാണ് ഇവരുടെയൊക്കെ താല്പര്യം. പിന്നെ ഈ ഭക്ഷ്യ മേഖലയിലേക്ക് വന്നാൽ ഈ അരിയിലൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ അവരുടെ വാക്കുകൾ, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫസയുടെ കണക്കുകൾ, ഫസ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു വലിയ പഠനം, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം എത്ര കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. ആർക്കും, അതായത് മനുഷ്യരെ കൊല്ലുന്ന തരത്തിലുള്ള മാരകമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഇതൊന്നും പാക്ക് ചെയ്ത് അയക്കുന്നതിന് ഇവർക്ക് ആർക്കും ഒരു സങ്കടവുമില്ല. അവരുടെ ലാഭവും അവരുടെ പോക്കറ്റും മാത്രമാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ട് ഫുഡ് സെക്യൂരിറ്റി വകുപ്പ് ഇറങ്ങട്ടെ.
ഇറങ്ങി അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കഴിയുമ്പോഴാണ് കാര്യം മനസ്സിലാവുക. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇനി ഫുഡ് സെക്യൂരിറ്റിക്കാർ ഇറങ്ങാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാലിൻ്റെ കാര്യത്തിൽ മിൽമയുടെ MD തന്നെ എന്നെ നേരിട്ട് വിളിച്ചു ഇന്ന്, അദ്ദേഹം ഇത് കണ്ടിട്ട്. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി വകുപ്പും തീർച്ചയായിട്ടും ഈ പാലിൻ്റെ കാര്യം പോലെ അരിയുടെ കാര്യവും പച്ചക്കറികളുടെ കാര്യവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇങ്ങോട്ട് വരുന്ന പച്ചക്കറികളും ഒക്കെ ഭയങ്കരമായിട്ട് കീടനാശിനി ചേർത്തതാണ്, അത് വളരെ പരിശോധനയ്ക്ക് ശേഷമേ ഇവിടെ വിൽക്കാൻ അനുവദിക്കാവൂ എന്നൊക്കെ നേരത്തെ തന്നെ സൂചന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി ശക്തമാകട്ടെ, ആ തീരുമാനങ്ങളുടെയൊക്കെ, അതായത് അതൊക്കെ നടപ്പിലാവട്ടെ. മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഒന്നും വകുപ്പുകൾ ഇതിലൊന്നും ഇടപെടണമെന്ന് നിർബന്ധമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരൊക്കെ അവരൊക്കെ മുൻപോട്ട് കൊണ്ടുപോയ അനങ്ങാപ്പാറ നയം, ആ നയം തന്നെയാണ് കാര്യങ്ങളെ ഇത്രത്തോളം വഷളാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് മാറണമെങ്കിൽ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടി വരും. ഈ കേരളം ഇങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ വലിയ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേ തീരൂ എന്നുള്ളത് എല്ലാ ഭാഗത്തു നിന്നും ഫസൈ പറഞ്ഞിരിക്കുന്നത്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഇൻഫോർമൽ ഭക്ഷണ വ്യാപാരികളെ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ തട്ടുകടകളും അങ്ങനെയുള്ളതെല്ലാം വളരെ കെയർഫുള്ളാകണം. അവർ വളരെ അപകടകരമായ രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത് എന്നാണ് സൂചന തന്നിട്ടുള്ളത്. അത് പഠനം നടത്തിയതിന് ശേഷമാണ് ഫസൈ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ പേര് മാത്രം പറഞ്ഞാൽ ആ കമ്പനിക്കെതിരെ മാത്രം, അവരുടെ ഉൽപ്പന്നത്തിനെതിരെ മാത്രം പ്രശ്നം വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ തോതിൽ ആ അരി കഴുകിയപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണയായുള്ളൂ. പക്ഷേ ആ എണ്ണയും വരാൻ പാടില്ല, അവിടെ അപാകതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പകർത്തിയത്.